ഗുഡ് ഈവനിങ്. സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ വിസിബിൾ ആണോ എന്നൊന്ന് പറയാമോ? വിസിബിൾ ആണോ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള കുട്ടികളുണ്ടോ? എന്തൊക്കെയാ പഠിച്ചതെന്ന് പറയാമോ? കഴിഞ്ഞ ദിവസം സെറ്റിന്റെ എവിടെ വരെ പഠിച്ചു? സെറ്റിന്റെ ഏത് സെക്ഷൻ വരെ പഠിച്ചു എന്ന് പറഞ്ഞേ. സെറ്റ് റിലേഷനും ഫംഗ്ഷനും വരെയാണെന്ന് തോന്നുന്നു പഠിച്ചത്. റിലേഷൻ, ഫംഗ്ഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ നമ്മള് അതിന്റെ ബാക്കിയായിട്ട് പഠിക്കുന്നത് ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകുന്ന കണ്ടീഷൻ. റിഫ്ലെക്സീവ് ആകുന്നത് റിഫ്ലെക്സീവ്. പിന്നെ അതേ റിലേഷൻ സിമെട്രിക്, പിന്നെ ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോക്കാം. ഒരു റിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഇപ്പൊ ഒരു സെറ്റ് A is equal to സെറ്റ് 1 2 3, ഇങ്ങനെ ഒരു സെറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ മനസ്സിൽ ഓർക്കണം A ക്രോസ് A ഓർക്കണം. A ക്രോസ് A, 1 2 3 ക്രോസ് 1 2 3. A ക്രോസ് A എന്ന് പറഞ്ഞ് 1 1 1 2 1 3 2 1, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അത് തന്നെ മനസ്സിൽ ഓർക്കണം. A ക്രോസ് A. അതിൽ നിന്ന് എടുക്കുന്ന ഒരു റിലേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. R is equal to 1 1, അല്ലെ 2 2, അല്ലെ 1 2, 2 1, അല്ലെ 3 3. ഇങ്ങനെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്കറിയാം ഒരു ക്രോസ് പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിട്ട് വരുന്ന പാർട്ടാണ് റിലേഷൻ. അപ്പൊ ഇവിടെ ഒരു സെറ്റ് ഇവിടെ തന്നു എങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു റിലേഷൻ എടുക്കുന്നത് ഇപ്പൊ 1 2 3 ക്രോസ് 1 2 3. അപ്പൊ A ക്രോസ് A ആദ്യം ഓർക്കണം. അതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് ഈ റിലേഷൻ. ഈ റിലേഷൻ, ഈ തന്നിരിക്കുന്ന റിലേഷൻ, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ, ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ, ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഒരു സെറ്റിനകത്ത് 3 എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിനോട് തന്നെ ഒരു റിലേഷൻ വേണം. അതായത് 1 1 വേണം, 2 2 വേണം, 3 3 ആ റിലേഷനകത്ത് ഉണ്ടെങ്കിൽ അതാണ് റിഫ്ലെക്സീവ്. ഫോർ എവരിയുടെ സിമ്പൽ ഇങ്ങനെയാണ്. A, A element in R. For every A, A element in R എന്ന് പറഞ്ഞാൽ ഈ സെറ്റിനകത്ത് 3 എലമെന്റ്സ് ഉള്ളൂ എങ്കിൽ റിലേഷനകത്ത് 1 1 2 2 3 3 ഇത് 3 അവിടെ തന്നെ വേണം. എങ്കിലാണ് ആ റിലേഷൻ റിഫ്ലെക്സീവ് ആകുന്നത്. റിഫ്ലെക്സീവ്. പിന്നെ സിമെട്രിക് ആകണമെങ്കിൽ, ഒരു റിലേഷൻ സിമെട്രിക് ആകണമെങ്കിൽ AB ആ റിലേഷനകത്തുണ്ട് എങ്കിൽ തിരിച്ച് BAയും വേണം. AB ആ റിലേഷനകത്തുണ്ടെങ്കിൽ തിരിച്ചുള്ള ആ റിവേഴ്സും അവിടെ തന്നെ വരുവാണെങ്കിൽ അതാണ് സിമെട്രിക്. അത് ഇവിടെ പറയുന്ന എല്ലാ പെയറും വേണ്ട, തന്ന റിലേഷനകത്തുള്ളത് മാത്രം മതി. Aയും Bയും ഡിസ്റ്റന്റ് ആയിരിക്കണം. 1 2 ഉണ്ട് എങ്കിൽ 2 1ഉം വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള പെയറിന്റെ മാത്രം നോക്കിയാൽ മതി. 1 2 ഉണ്ട് എങ്കിൽ 2 1ഉം വേണം. എങ്കിൽ അത് സിമെട്രിക് ആയി. അപ്പൊ ഈ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണോ നോക്കിയപ്പം 1 2 ഉണ്ട് എങ്കിൽ തിരിച്ച് 2 1ഉം വേണം. അതാണ് സിമെട്രിക്. പിന്നെ ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ AB യും ഉണ്ട് BC യും ആ റിലേഷനകത്തുണ്ടെങ്കിൽ
എ ബിയും ബി സി ഉണ്ടെങ്കിൽ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത പെയർ എ ബി വേണം, ബി സി വേണം. എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി അവിടെ വരുവാണെങ്കിൽ അതാണ് ട്രാൻസിറ്റീവ്. എ ബിയും ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ എ സി വേണം, അതാണ് ട്രാൻസിറ്റീവ്. അങ്ങനെയുള്ള പെയർ ഉണ്ടോ നോക്കണം. 1 1 ഉണ്ട്, പിന്നെ 1 തുടങ്ങുന്ന വേറൊരു പെയർ ഉണ്ടോ നോക്കിയപ്പോ 1 2 ഉണ്ട്. എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. 1 1 ഉണ്ട്, 1 2 ഉണ്ട്. അപ്പൊ 1 2 ഓൾറെഡി അവിടെ ഉണ്ട്. 2 2 2 തുടങ്ങുന്നുണ്ടോ നോക്കണം. 2 2 2 1. അപ്പൊ 2 1 ഓൾറെഡി ഉണ്ട്. ഇത് മൂന്നാമതൊരു പെയർ വരാത്തത് രണ്ട് സെയിം ആയതുകൊണ്ടാണ്. 1 2 ഉണ്ട്, 2 തുടങ്ങുന്നേ 2 1 ഉണ്ട് എങ്കിൽ 1 1 അവിടെ ഉണ്ട്. അപ്പം ഏതൊരു പെയർ രണ്ടെണ്ണം നോക്കുമ്പോൾ എ ബി ഉണ്ട്, ബി സി ഉണ്ട് എങ്കിൽ എ സി വരണം, എങ്കിൽ അതാണ് ട്രാൻസിറ്റീവ്. 1 2 ഉണ്ട്, 2 1 ഉണ്ട് എങ്കിൽ 1 1 വേണം. വേറെ ഏതെങ്കിലും പെയർ ഉണ്ടോ നോക്കിയേ. 1 2 2 2. അപ്പൊ 1 2 അവിടെ ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ രണ്ട് പെയേഴ്സ് വരും. അത് കണക്ട് ചെയ്യുന്ന മൂന്നാമതൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടെങ്കിൽ അതാണ് ട്രാൻസിറ്റീവ്. ഒരു റിലേഷൻ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അതിന്റെ പേരാണ് ഇക്വലൻസ് റിലേഷൻ. ഇക്വിവാലൻസ് എന്ന് പറയും. ഇക്വലൻസ് റിലേഷൻ. ഇതാണ് ഇക്വലൻസ് റിലേഷൻ. അങ്ങനെ നോക്കുമ്പം ഈ തന്നിരിക്കുന്ന ഈ റിലേഷൻ ഇക്വലൻസ് ആയിരുന്നു. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെയാണ് ചെയ്തു നിർത്തിയത്. ഈ ഒരു ഇതിലാണ് ചെയ്തു നിർത്തിയത്. ഒരു സെറ്റ് തന്നു 1 തൊട്ട് 14. ഒരു റിലേഷൻ എ ടു എ തന്നു. അത് തന്നിരിക്കുന്ന റിലേഷൻ ഇങ്ങനെയായിരുന്നു. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0, അല്ലെ 3x ഇസ് ഈക്വൽ ടു വൈ. അങ്ങനെ നോക്കിയപ്പോ അതെ ഇതാണ് റിലേഷൻ ഇവിടെ കിട്ടിയ റോസ്റ്റർ ഫോം. ഈ ക്വസ്റ്റ്യൻ റിഫ്ലെക്സീവ് ആണോ നോക്കാൻ തന്നിരിക്കുന്ന ഇതില് ഈ ക്വസ്റ്റ്യനകത്ത് റിഫ്ലെക്സീവ് ആണോ നോക്കാൻ തന്നിരിക്കുന്ന പെയർ 1 തൊട്ട് 14 വരെ ഉണ്ട്. അതിവിടെ 1 1 വേണം, 2 2 വേണം, 3 3 വേണം. അങ്ങനെ 14 വരെ ഉണ്ടെങ്കിലേ ഉള്ളൂ അത് റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. അങ്ങനെ നോക്കിയപ്പം ഈ തന്നിരിക്കുന്ന ഈ റിലേഷന്റെ അകത്ത് അങ്ങനെ ഒരു പെയറും ഇല്ല. അപ്പൊ അത് റിഫ്ലെക്സീവ് അല്ല. ഇത് സിമെട്രിക് ആണോ നോക്കിയാൽ ഈ തന്നിരിക്കുന്ന ഇത് സിമെട്രിക് ആണോന്ന്. സിമെട്രിക്കിന്റെ കണ്ടീഷൻ എ ബി അവിടെ ഉണ്ടെങ്കിൽ ബി എ വേണം. സിമെട്രിക് ആണോ നോക്കിയേ. 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം. 2 6 ഉണ്ടെങ്കിൽ 6 2 വേണം. 3 9 ഉണ്ടെങ്കിൽ 9 3 വേണം. 4 12 ഉണ്ടെങ്കിൽ 12 4 വേണം. അപ്പൊ ഏതേലും ഒരു പെയറെങ്കിലും തിരിച്ചില്ലെങ്കിൽ അത് സിമെട്രിക് അല്ല. അപ്പൊ ഇത് സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി വേണം. അങ്ങനെയുള്ള ഏതേലും പെയർ ഉണ്ടോ നോക്കിയേ. എ ബി കോമ ബി സി അങ്ങനെയുള്ള ഏതേലും ഒരു പെയർ ഉണ്ടോ നോക്കിയേ. ഏതേലും ഒരു പെയർ ഉണ്ടോ നോക്കിയേ. എ ബി ബി സി ഉണ്ടെങ്കിൽ എ സി വേണം. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. നോക്കി പറഞ്ഞേ ഏതേലും ഒരു പെയർ ഇതില്. കഴിഞ്ഞ ക്ലാസ്സിലെ കുട്ടികൾ ആരും ഇല്ലേ? പറയ്. ട്രാൻസിറ്റീവ് ആണോ മിസ്സേ? എടാ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ എ ബിയും ബി സിയും ഉണ്ട്. ബി സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത പെയർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എ സി അവിടെ വേണം. എ ബി ബി സി ഉണ്ടെങ്കിൽ എ സി. അങ്ങനെയുള്ള പെയർ ഉണ്ടോ നോക്കിയേ ഇതില്. 1 3 3 9 ഉണ്ട്. അപ്പൊ ഏത് വേണം? 1 3 3 1 9 വേണം.
19 വേണം, അതില്ല. അപ്പൊ 19 ഇല്ല, അപ്പൊ അത് ട്രാൻസിറ്റീവ് അല്ല. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോട്ടെ. ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് 19 വേണം. അപ്പൊ അത് ഇതെന്തോ അല്ല, റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതും. ലെറ്റ് ആർ ബി ദി റിലേഷൻ, ലെറ്റ് ആർ ബി ദി റിലേഷൻ ഓൺ ദി സെറ്റ്, ലെറ്റ് ആർ ബി ദി റിലേഷൻ ഓൺ ദി സെറ്റ്, ആർ ബി ദി റിലേഷൻ ഓൺ ദി സെറ്റ്, A is equal to, R be the relation on this set, A is equal to set 1, 2, 3, 4, set 1, 2, 3, 4. R be the relation on this set, A is equal to 1, 2, 3, 4, such that A related to B, ഇങ്ങനെയും പറയും കേട്ടോ. A, B എന്ന് അതിന്റെ അർത്ഥം. Such that A related to B, if and only if, such that A related to B, if and only if A plus B greater than 5, A plus B greater than 5, A plus B greater than 5. Check if reflexive, symmetric and transitive. Check if reflexive, symmetric and transitive. Check if reflexive, symmetric and transitive. അതാ ക്വസ്റ്റ്യൻ. മാർക്ക് എത്രയാണെന്ന് അറിയത്തില്ല. ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. ചെയ്തേ. ഓർക്കേണ്ടത്, മനസ്സിൽ ഓർക്കേണ്ടത്, എ ഇവിടെ തന്നു എങ്കിൽ എ ക്രോസ് എ ഓർക്കണം. എ ക്രോസ് എ അങ്ങോട്ട് ഓർക്കണം. അതായത് 1, 2, 3, 4 ക്രോസ് 1, 2, 3, 4, 1, 1, 1, 2, 1, 3 അങ്ങനെ 1, 4, 2, 1 തൊട്ട് 2, 4 അങ്ങനെ എല്ലാ പെയറും മനസ്സിൽ ഓർത്തിട്ട് ആ ഒരു പെയർ വരുമ്പം എ കോമ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് കോമ വൈ പോലെയാണ്. എ കോമ ബി ആണ്. ഇതിനകത്ത് ഇപ്പൊ 1, 2, 3, 4 ക്രോസ് 1, 2, 3, 4 കിട്ടുന്ന എല്ലാ പെയറും എടുക്കുമ്പം രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്യുന്നത് 5-നേക്കാട്ടി വലുതായിരിക്കണം. രണ്ട് ആ ഗ്രൂപ്പിൽ പറയുന്ന പെയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പം 5 വലുതായിരിക്കണം. അങ്ങനെ വരുന്ന ഒരു പെയർ 1 ഇത് ഇങ്ങനെ ക്രോസ് 1, 2, 3, 4 ഇതാണ് ഫുള്ള് വരിക. കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചവർക്കറിയാം. 1, 1, 1, 2 ഇങ്ങനെ പോകും. ആ രണ്ട് വാല്യൂടെ ആഡ് ചെയ്യുമ്പോൾ 5 വലുത് വരുന്നത്. 1 വെച്ചിട്ടുള്ളത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയേ. 1, 1 ആഡ് ചെയ്യുമ്പോൾ 2 ആണ് വരിക. അപ്പൊ അത് 5 വലുതല്ല. 1, 2 വരത്തില്ല. 1, 3 ഇല്ല. 1, 4 ഇല്ല. 1, 4 5 ആണ്. 5 വലുതായിരിക്കണം. 5 വലുത്. അപ്പൊ അതില്ല. 2 വെച്ച് പറഞ്ഞേ. 2 വെച്ചിട്ട് 2, 1 പറ്റത്തില്ല. 2, 2 ഇല്ല. 2, 3 പറ്റുമോ? ഇല്ല. 2, 4 ഉണ്ടോ? 2, 4 ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പം 2 + 4 6. 5 വലുതാണ്. അങ്ങനെയുള്ള പേഴ്സ് പറ. 2, 4, 3, 3. 3, 3 ശരിയാടാ. 3, 3 3 വെച്ച് വേറെ. 3, 4 4, 2, 4, 3. 4, 2 4, 3 4, 4. കറക്റ്റ്. 4, 4 ഇതാണ് അവിടത്തെ റിലേഷൻ. ആ പറഞ്ഞ റിലേഷൻ ആണിത്. ഇത് റിഫ്ലെക്സീവ് ആണോ നോക്കണം. ഒരു സെറ്റിനകത്ത് 4 എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ റിഫ്ലെക്സീവിനകത്ത് 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം, 4, 4 വേണം. അങ്ങനെ ഒന്നും വന്നില്ല. 3 എണ്ണം ഉണ്ട്, ഒരെണ്ണം ഇല്ലെങ്കിൽ പോലും അത് റിഫ്ലെക്സീവ് അല്ല. അപ്പൊ നമ്മൾ പറയണം ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് അല്ല. നോട്ട് ചേർത്ത് എന്ത് വന്നാലും റീസൺ എഴുതണം. സിൻസ്, റീസൺ. ഏതേലും ഒരു പെയർ ഇല്ലെന്ന് കാണിച്ചാൽ മതി. 1, 1 നോട്ട് ആൻ എലമെന്റ് ഇൻ ആർ. സിൻസ് 1, 1 നോട്ട് ആൻ എലമെന്റ് ഇൻ ആർ. സിമെട്രിക് ആണോ എന്ന് നോക്കിയേ. 2, 4 ഉണ്ടെങ്കിൽ 4, 2 വേണം. ഉണ്ട്.
ഡിസ്റ്റിന്റ് ആയിട്ടുള്ളതാണ്. 3 3 4 4 നോക്കണ്ട. 3 4 ഉണ്ടെങ്കിൽ 4 3 വേണം. അപ്പൊ R ഈസ് സിമെട്രിക്. സിമെട്രിക്. R സിമെട്രിക് ആകാനുള്ള റീസൺ ഒരു പെയർ അവിടെ ഉണ്ട്, തിരിച്ചുള്ളതും വേണം. 2 4 ഉണ്ട്, 4 2 വേണം. 3 4 ഉണ്ട്, 4 3 വേണം. ട്രാൻസിറ്റീവ് ആണോ നോക്കിയേ. ട്രാൻസിറ്റീവ് 2 4 ഉണ്ട്, 4 തുടങ്ങുന്ന അടുത്ത പെയർ 4 2 ഉണ്ടെങ്കിൽ 2 2 വേണം. അതില്ല. ഒരെണ്ണമെങ്കിലും ഇല്ലെങ്കിൽ അത് അവിടെ ആ ഗ്രൂപ്പ് അല്ല. 3 3 ഉണ്ട്, 3 4. അപ്പൊ 3 4 ഉണ്ട്. 3 4 ഉണ്ട്, 4 2 ഉണ്ട്. അപ്പൊ 3 2 വേണം. അതും ഇല്ല. വേറെ ഏതെങ്കിലും പെയർ ഉണ്ടോടാ നോക്കിയേ. രണ്ടെണ്ണം നോക്കിയപ്പോ തന്നെ ഇല്ല എങ്കിൽ, ഒരെണ്ണം പോലും ഇല്ലെങ്കിൽ അവിടെ ഇനി ബാക്കി നോക്കണ്ട. R is not transitive. R is not transitive. Transitive. R is not transitive. Since reason എഴുതണം. ട്രാൻസിറ്റീവ് അല്ലാത്തത് 2 4, 4 2 element in R. 2 4, 4 2 element in R. But 2 2 not an element in R. 2 2 not an element in R. 2 4, 4 2 element in R. But 2 2 not an element in R. ഇതാണ് ട്രാൻസിറ്റീവ് അല്ലാത്തത്. ട്രാൻസിറ്റീവ് അല്ല. കണ്ടോ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ജൂണിൽ വന്ന ക്വസ്റ്റ്യനാ. വർഷം ഇവിടെ തന്നിട്ടില്ല. ഇതാണ് ട്രാൻസിറ്റീവ്, സിമെട്രിക്, റിഫ്ലക്സീവ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ ഇതിന്ന് വരുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് റോസ്റ്റർ ഫോമിൽ നിന്ന് 1 1 1 2 ഒക്കെ പഠിച്ചു. റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. സെറ്റ് ബിൽഡറിലെ ക്വസ്റ്റ്യൻ ആണ് വരിക. സെറ്റ് ബിൽഡർ. അതിനിപ്പുറം നോക്കുക. കോമ്പോസിഷൻ ഓഫ് 2 ഫങ്ഷൻസ്. കോമ്പോസിഷൻ. കോമ്പോസിഷൻ ഓഫ് 2 ഫങ്ഷൻസ്. കോമ്പോസിഷൻ ഓഫ് 2 ഫങ്ഷൻസ്. എഫ് ഓഫ് ജി എന്നും പറയും, എഫ് ഡോട്ട് ജി എന്നും പറയും. എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും. എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും. എഫ് ഡോട്ട് ജി എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആണ്. ജി ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഡോട്ട് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ. എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും. രണ്ട് ഫംഗ്ഷൻ തമ്മിൽ കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ. പിന്നെ ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് എഫ് ഫ്രം എന്ന് പറഞ്ഞത് ഇത് സച്ചിദാറ്റിന്റെ. ലെറ്റ് എഫ് ഫ്രം സെറ്റ് 1 3 4 to set 1 2 5. 1 2 5. 1 3 4 to 1 3 1 2 5 and G from set 1 to 5, set 1 to 5 to set 1 3, set 1 3. G from 1 to 5 to set 1 3. F is equal to സെറ്റിനകത്ത് 1 2 3 5 4 1. 1 2 3 5 4 1. And G is equal to set 1 3 2 3 5 1. 1 3 2 3 5 1. Write down G dot F.
Write down G dot F. G dot F. Write down G dot F. ഇതാണ് ക്വസ്റ്റ്യൻ. G dot F. ഇത് റോസ്റ്റർ ഫോം ആണ്. സെറ്റ് ബിൽഡർ ഫോമും വരും. G dot F എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പോയിന്റ് വെച്ച് ഡിഫൈൻ ചെയ്യാവുള്ളൂ. G dot F എന്ന് പറഞ്ഞാൽ G dot F of X ആണ്. G dot F of X. അത് ഡിഫൈൻ ചെയ്യുന്നത് G of F of X ആണ്. G of F of X. G dot Fഉം G dot F of X ഒന്ന് തന്നെയാണ്. G of F of X. അപ്പൊ ശ്രദ്ധിക്കാം, എഫിനകത്തുനിന്ന് പോകുന്നത് എക്സിന്റെ വാല്യൂസ്. എഫിനകത്തുള്ള എക്സിന്റെ വാല്യൂസ് ഇതിങ്ങനെയായിരുന്നു. എക്സ് വൈ എക്സ് വൈ എക്സ് വൈ. അപ്പൊ എക്സിന്റെ വാല്യൂ 1 3 4, വൈയുടെ വാല്യൂ 2 5 1. ജിക്കകത്തുള്ള എക്സിന്റെ വാല്യൂ 1 2 5 3 1. ഇത്രയേ ഉള്ളൂ. ജി ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. എഫിനകത്ത് വരുന്ന എക്സിന്റെ വാല്യൂസ് കൊടുക്കണം ഇവിടെ. എഫിനകത്ത് വരുന്ന എക്സിന്റെ വാല്യൂസ്. അപ്പൊ ജി ഡോട്ട് എഫ് ഓഫ് എഫിനകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ ജി ഡോട്ട് എഫ് ഓഫ് 1. പിന്നെ ജി ഡോട്ട് എഫ് ഓഫ് 3, ജി ഡോട്ട് എഫ് ഓഫ് 4. ഇത് മൂന്നുമാണ് ചെയ്യേണ്ടത്. എഫിനകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ x1 3 4. ഇത് മൂന്നും കൊടുക്കണം. തിരിച്ച് എഫ് ഡോട്ട് ജി ആണെങ്കിൽ എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആണ്. ജിക്കകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ 1 2 5. ഇത് ഡിഫൈൻ ചെയ്യുന്നത് ജി ഓഫ് എഫ് ഓഫ് 1, ജി ഓഫ് എഫ് ഓഫ് 1. അപ്പൊ ശ്രദ്ധിക്കാം, ഈ ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1ന്റെ ഇമേജ് ആണ് 2. ഇത് ഇങ്ങനെയും തരാം. എഫ് ഓഫ് 1, 1ന്റെ ഇമേജ് 2. എഫ് ഓഫ് 3, 3യുടെ ഇമേജ് 5. ഇങ്ങനെയാണ് വരിക. എഫ് ഓഫ് 4, 4ന്റെ ഇമേജ് 1. ഇങ്ങനെ തരും. ജിക്കകത്താണെങ്കിൽ ജി ഓഫ് 1 3, ജി ഓഫ് 2 3, ജി ഓഫ് 5 1. അങ്ങനെയും തരും. ഇതേപോലെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പല രീതിയിൽ തരും. അപ്പൊ എഫ് ഓഫ് 1, 1ന്റെ ഇമേജ് 2, ജി ഓഫ് 2. ജി ഓഫ് 2 നോക്കിയേ. ജി ഓഫ് 2, 2ന്റെ ഇമേജ് 3. കണ്ടോ? ജി ഡോട്ട് എഫ് ഓഫ് 3, ജി ഓഫ് എഫ് ഓഫ് 3, ജി ഓഫ് എഫ് ഓഫ് 3, ജി ഓഫ് എഫ് ഓഫ് 3 പറഞ്ഞേ. എഫ് ഓഫ് 3 ഇതിന്ന് പറ. എഫ് ഓഫ് 3, 3യുടെ ഇമേജ് 5. അപ്പൊ ജി ഓഫ് 5 1. ജി ഡോട്ട് എഫ് ഓഫ് 4, ജി ഓഫ് എഫ് ഓഫ് 4, ജി ഓഫ് എഫ് ഓഫ് 4 എത്രയാ നോക്കിയേ. 1. ജി ഓഫ് 1 3. ജി ഓഫ് 1 3. ഇപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അടുത്തത് എഫ് ഡോട്ട് ജി ചെയ്തേ പറഞ്ഞേ. എഫ് ഡോട്ട് ജി, എഫ് ഡോട്ട് ജി, എഫ് ഡോട്ട് ജി അങ്ങനെയാ ചോദിച്ചെങ്കിൽ എഫ് ഡോട്ട് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജിക്കകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ 1 2 5. എഫ് ഡോട്ട് ജി ഓഫ് 1, എഫ് ഡോട്ട് ജി ഓഫ് 2, എഫ് ഡോട്ട് ജി ഓഫ് 5. ഇത് ഡിഫൈൻ ചെയ്യുന്ന എഫ് ഓഫ് ജി ഓഫ് 1, എഫ് ഓഫ് ജി ഓഫ് 2, എഫ് ഓഫ് ജി ഓഫ് 5. പറ. എഫ് ഓഫ് ജി ഓഫ് 1, ജി ഓഫ് 1. വാല്യൂ പറ. ജി ഓഫ് 1 3. എഫ് ഓഫ് 3
F of 3. 5. 5. F of G of 2. G of 2. 3. 3. F of 3. 5. F of G of 5. 1. 1. F of 1. 2. ഇതാണ് കോമ്പോസിഷൻ ഫംഗ്ഷനിൽ റോസ്റ്റർ ഫോം കോമ്പോസിഷൻ ചെയ്യുന്നത്. അത് തന്നെ സെറ്റ് ബിൽഡറും ഉണ്ട്, വേറൊരു അറേഞ്ച്മെന്റും ഉണ്ട്. ഇത് ഞാൻ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ആണ്, വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് തരുന്നത്. 1 2 2 4 3 1 4 3. ഇതിന്റെ അർത്ഥം എഫ് ഓഫ് 1 2, എഫ് ഓഫ് 2 4, എഫ് ഓഫ് 3 1, എഫ് ഓഫ് 4 3. ഇങ്ങനെയാണ് തരിക. G is equal to 1 2 3 4 3 2 1 4. F of 1 G of 1 3, G of 2 2, G of 3 1, G of 4 4. Question. Find F dot G and G dot F. F dot G and G dot F. F dot G, G dot F. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ജി എന്ന് പറഞ്ഞ എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആണ്. ഡിഫൈൻ ചെയ്യുന്നത് ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ സെയിം രണ്ടിലും 1 2 3 4. അപ്പൊ എഫ് ഡോട്ട് ജി ചെയ്യുമ്പം എഫ് ഡോട്ട് ജി 1 2 3 4. അപ്പൊ ജിക്കകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ നോക്കണം. എഫ് ഡോട്ട് ജി ഓഫ് എക്സ്, ജിക്കകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ 1 ഇവിടെ നോക്കണേ, ഇതിൽ നോക്കണം. ഇങ്ങനെ നോക്കുന്നത് ജിക്കകത്ത് വരുന്ന എക്സിന്റെ വാല്യൂ. അപ്പൊ 1 നോക്കി. എഫ് ഡോട്ട് ജി ഓഫ് 1, എഫ് ഓഫ് ജി ഓഫ് 1 ഇവിടെ നോക്കിയാൽ മതി. ജി ഓഫ് 1 അപ്പൊ എഫ് ഓഫ് 3 നോക്കണം. ഇവിടെ നോക്കിയാൽ മതി. ജി ഓഫ് 1, ജി ഓഫ് 3, എഫ് ഓഫ് 3 1. കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇട്ട് എഫ് ഓഫ് ജി ഓഫ് 1, ജി ഓഫ് 1 3, അപ്പൊ എഫ് ഓഫ് 3 1. അടുത്ത എഫ് ഡോട്ട് ജി ഓഫ് 2 പറഞ്ഞ്, ജി ഓഫ് 2 ഇവിടെ എക്സിന് 2 ഇട്ട് പറഞ്ഞ് എഫ് ഓഫ് 2 2, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2 ഇട്ട് കൊടുത്തു. ജി ഓഫ് 2 പറ. പറ. 2 നിങ്ങൾ ക്ലിയർ ആയില്ലേ? ഇവിടെ നോക്കെ എഫ് ഡോട്ട് ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് 2 ആണ്. ജി ഓഫ് 2 ആണ് 2. അപ്പൊ എഫ് ഓഫ് 2 ആണ് 4. 3 പറഞ്ഞ് 3 പറഞ്ഞ് 3 ഇട്ട് പറഞ്ഞ് ഇവിടെ എഫ് ഡോട്ട് ജി ഓഫ് 3. ഒരു മിനിറ്റ് നോക്കട്ടെ, ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു പറ. 3യുടെ പറഞ്ഞേ എഫ് ഓഫ് ജി ഓഫ് 3, ജി ഓഫ് 3 1. അപ്പൊ എഫ് ഓഫ് 1 2 4. 4 പറ. 3. ശരിയാടാ. 4ന്റെ ഇമേജ് 4. അപ്പൊ എഫ് ഓഫ് 4 3. ഇത് തന്നെ തിരിച്ചും ചെയ്യണം. ജി ഡോട്ട് എഫ്, ജി ഡോട്ട് എഫ്. അപ്പം ഇതുപോലെ തന്നെ 1 2 3 4. ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇവിടെ ഇവിടെ എഫ് ഓഫ് എക്സ്, എക്സിന്റെ അവിടുന്ന് പോകണം. ജി ഡോട്ട് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇവിടുന്ന് പറയണം. 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 2. അങ്ങനെ പറ. 2 പറ. ഇവിടുന്ന് പോട്ടെ. 2 2 4
4 to 4. 3യുടെ 3 ഇട്ട് പറഞ്ഞേ. 2. 3യുടെ എടാ 3യുടെ ഇവിടെ നോക്ക്. G dot f of 3 ഡിഫൈൻ ചെയ്തേ. G of f of 3. G of f of 3 എത്രയാ? 1. G of 1 3. ശരിയാ. 4ന്റെ പറ. 4. 4ന്റെ 1. 4ന്റേത് 3 3 to 1. ശരിയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യന് ഡിസംബർ എന്നാ തോന്നിരിക്കുന്നത്. അപ്പൊ ഇത് 4 to 1. ഇതേ രീതിയിലും വരും. പിന്നെ വേറൊരെണ്ണം കൂടി വരും, അതുകൂടെ പറയാം. വേറെ ഇത് രണ്ടും റോസ്റ്റർ ഫോം. ഇനി ഒരു സെറ്റ് ബിൽഡർ ഫോം കൂടെ ഉണ്ട്. സെറ്റ് ബിൽഡർ ഫോമിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കോമ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1, ഫൈൻഡ് എഫ് ഡോട്ട് ജി ഓഫ് എക്സ്. ഫൈൻഡ് എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആൻഡ് ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആൻഡ് ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ആൻഡ് ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. ഇതുപോലെ തന്നെ അതിപ്പം ഓരോ പോയിന്റ് വെച്ച് വാല്യൂസ് ഇല്ല, ഒറ്റയടിക്ക് ചെയ്താൽ മതി. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് മൊത്തത്തിൽ അങ്ങ് എഴുതണം. എക്സ് പ്ലസ് 1. ജി ഓഫ് എക്സ് എക്സ് പ്ലസ് 1. എഫിനകത്ത് എന്താണോ വരുന്നത് ആ വാല്യൂന്റെ സ്ക്വയർ ആണ് എഴുതേണ്ടത്. എഫിനകത്ത് 4 ആണ് വരുന്നതെങ്കിൽ 4 സ്ക്വയർ. എഫിനകത്ത് എന്ത് വരുന്നോ അതിന്റെ സ്ക്വയർ. അപ്പൊ എഫിനകത്ത് വരുന്ന ഈ വാല്യൂ ആണ് അവിടെ വന്നത്. അപ്പൊ എന്താണോ വരുന്ന അതിന്റെ സ്ക്വയർ ആയിട്ട് വേണം എഴുതാൻ. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അതാണ് ആൻസർ. എഫ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ജി ഡോട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. ജി ഡിഫൈൻ ചെയ്യുന്നത് ജിക്കകത്ത് എന്താണോ വരുന്നത് ആ വാല്യൂ പ്ലസ് 1 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1. ജിക്കകത്ത് എന്ത് വരുന്നോ ആ വാല്യൂ പ്ലസ് 1. അപ്പൊ ജി ഓഫ് എക്സ് സ്ക്വയർ ഒന്ന് പറയാവോ? ഇത് എന്താണോ വരുന്നത് ആ വാല്യൂ പ്ലസ് 1. ജി ഓഫ് 8 പ്ലസ് 1. അപ്പൊ ജി ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് 1. കറക്റ്റ്, എക്സ് സ്ക്വയർ പ്ലസ് 1. ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിന്റെ ചെയ്യേണ്ടത്. സെറ്റ് ബിൽഡർ ഫോം. വേറെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ചെയ്തേ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ്. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. ഒരു പ്രാവശ്യം വന്നാണ്. ഫൈൻഡ് എഫ് ഡോട്ട് ജി കോമ ജി ഡോട്ട് എഫ്. എഫ് ഡോട്ട് ജി കോമ ജി ഡോട്ട് എഫ്. വേറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതുപോലെ. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആകുന്നതല്ല. പിന്നെ ഒരെണ്ണം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറെ കിടക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ചെയ്തോണം. 2 സെറ്റ് തന്നിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5.
ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3, 5, 6, 7. ഫൈൻഡ് എ ഡെൽറ്റ ബി. എ ഡെൽറ്റ ബി ഇതിന്റെ പേരാണ് സിമെട്രിക് ഡിഫറൻസ്. എ ഡെൽറ്റ ബി സിമെട്രിക് ഡിഫറൻസ് എന്നാണ് പേര്. എ ഡെൽറ്റ ബി. എ ഡെൽറ്റ ബി ഇത് ഇങ്ങനെയാണ്: എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇതാണ് എ ഡെൽറ്റ ബി. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി പറഞ്ഞേ. എ മൈനസ് ബി എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് കളഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത് അന്ന് പഠിച്ചതുപോലെ പറ. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന കളഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത്. 1, 2, 4. 1, 2, 4 ശരിയാ. ബി മൈനസ് എ ബിയിലും എയിലും കോമൺ കളഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത് 6, 7. 6, 7. അതിന്റെ യൂണിയൻ ഇത് രണ്ടും കൂടെ യൂണിയൻ. അപ്പൊ സെറ്റ് 1, 2, 4, 6, 7. 1, 2, 4, 6, 7 ഇതാണ് സിമെട്രിക് ഡിഫറൻസ്. വേറെ ഇക്വേഷൻ കൂടെ ഉണ്ട്. എ ഡെൽറ്റ ബിക്ക് 2 ഇക്വേഷൻ ആണ്. എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. ഇത് രണ്ടും വരുന്ന രണ്ട് സെയിമാ. എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അടുത്തത് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ്. 1, 1ഉം ഓൺ 2ഉം സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് ചെയ്യുന്നതാണ്. സെറ്റ് ബിൽഡർ ഫോമിൽ നിന്നും 1, 1ഉം ഓൺ 2ഉം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ബിൽഡർ ഫോമിൽ നിന്നും 1, 1ഉം ഓൺ 2ഉം ചെയ്യാൻ ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ be defined by, let f from R to R be defined by f of x is equal to 3x minus 7. f of x is equal to 3x minus 7. Show that f is invertible. Show that f is invertible. Show that f is invertible. 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 Show that f is invertible. Show that f is invertible. അപ്പൊ നോക്കുക, ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അന്ന് നമ്മൾ പഠിച്ചു ഇൻവേഴ്സ് ഉള്ള ഫംഗ്ഷന്റെ പേരാണ് ഇൻവേർട്ടബിൾ. ഇൻവേഴ്സ് ഉണ്ട്, അതിന്റെ വേറൊരു പേരാണ് ബൈജക്റ്റീവ്. ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണാൻ 1, 1ഉം ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. അപ്പൊ അന്ന് നമ്മൾ റോസ്റ്റർ ഫോമിൽ പഠിച്ചു ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ഓരോ ഇമേജ് ഉള്ളെങ്കിൽ അത് 1, 1 ആണ്. റേഞ്ച് കോഡൊമൈൻ ഈക്വൽ ആണെങ്കിൽ അത് ഓൺ 2 ആണെന്നും ഒക്കെ പഠിച്ചു. ഇവിടെ നമ്മൾ ചെയ്യുന്ന 1, 1 ഫംഗ്ഷൻ ഇങ്ങനെയാണ്. 1, 1 ഇങ്ങനെ f of x1 is equal to f of x2 ആണെങ്കിൽ അതിൽ നിന്ന് x1 is equal to x2 വന്നാൽ ഈ ഫംഗ്ഷൻ ആണ് 1, 1. f of x1 is equal to f of x2 നിന്നും x1 is equal to x2 വന്നാൽ ആ ഫംഗ്ഷൻ 1, 1. 1, 1ന്റെ വേറൊരു പേര് അന്ന് പഠിച്ചത് ഇൻജക്റ്റീവ്. ഇൻജക്റ്റീവ്. അപ്പൊ f of x1 is equal to f of x2. ഫംഗ്ഷൻ ഈക്വൽ ആയിട്ട് പോയിന്റ്സ് ഈക്വൽ ആണെങ്കിൽ അതാണ് 1, 1. ഫംഗ്ഷൻ നോക്കണം. f of x 3x minus 7. അപ്പൊ f of x1 എക്സിന് പകരം x1 ഇട്ട് പറഞ്ഞേ. f of x തന്നു, എക്സിന് പകരം x1 ഇട്ട് പറ. x ഉള്ളിടത്ത് x1 ഇട്ട് പറഞ്ഞേ. എക്സിന് പകരം പറയൂ. x1 minus 7 is equal to 3x2 minus 7. correct. 3x2 minus 7. ഈ -7 ഇപ്പുറത്ത് വരുമ്പം +7 ആയി, രണ്ടും വെട്ടിപ്പോയി. ബാക്കി മിച്ചം
3x1 is equal to 3x2. 3യും 3യും ക്യാൻസൽ ആയി പോയി. അപ്പൊ x1 is equal to x2. ഇതാണ് 1 1 1 1. ഈ ഫംഗ്ഷൻ ആണ് 1 1. അപ്പൊ f of x1 is equal to f of x2ൽ നിന്നും x1 is equal to x2 വരുന്ന ഫംഗ്ഷൻ ആണ് 1 1. അപ്പൊ ഇത് 1 1 ആണ്. ഇനി ഓൺ ടു ആണോ എന്ന് ചെയ്യാൻ ഇത്രയാണ് സ്റ്റെപ്പ്. പുട്ട് f of x is equal to y. f of x ഉം y ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ റൈറ്റ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതണം. എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതിയിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കണം. എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇത്ര ഓക്കെ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആണ് ഓൺ ടു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണ്. എഫ് ഓഫ് എക്സ് പകരം വൈ ഇക്വേറ്റ് ചെയ്തു. എഫ് ഓഫ് എക്സിന് പകരം വൈ. എഫ് ഓഫ് എക്സിന് പകരം വൈ ഇക്വേറ്റ് ചെയ്തപ്പം എക്സിന് പകരം വൈ അല്ല, എഫ് ഓഫ് എക്സിന് ഫുള്ളിന് പകരം വൈ. എഫ് ഓഫ് എക്സും വൈ ഒന്ന് തന്നെ. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു 3x - 7. ക്വസ്റ്റ്യൻ ആണ് ഈ തന്നത്. വൈ അല്ല എക്സിന്റെ ടേമിൽ തിരിച്ചാക്കണം. എക്സ് എല്ലാം വൈയുടെ ടേമിൽ എഴുതണം. എക്സ് മാത്രം ഒരിടത്തും, ബാക്കിയെല്ലാം വൈയുടെ ടേമിൽ. -7 ഇപ്പുറത്ത് വരുമ്പം +7. y + 7 ഈസ് ഈക്വൽ ടു 3x. അപ്പൊ എക്സിന്റെ വാല്യൂ y + 7/3. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു y + 7/3. അപ്പൊ നമ്മളെ എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതി. എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. എക്സ് എല്ലാം എക്സ് ഒരിടത്തും ബാക്കിയെല്ലാം വൈയുടെ ടേംസിൽ വേറൊരിടത്തും ആയിട്ട് എഴുതുമ്പോഴാണ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. ഇനി പ്രൂവ് ചെയ്ത് കാണിക്കണം. എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ വരെ എഴുതി കഴിഞ്ഞിട്ട് എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഓഫ് കിട്ടിയ എക്സ് y + 7/3. കിട്ടിയ എക്സ് y + 7/3. എഫ് ഓഫ് എക്സ് ക്വസ്റ്റിന് ഡിഫൈൻ ചെയ്തേക്ക് നോക്കണം. 3 × x - 7. എഫ് ഓഫ് 4 ആണെങ്കിൽ 3 × 4 - 7. എഫിനകത്ത് എന്താണോ വരുന്നത് 3 × ആ വാല്യൂ -7. എഫിനകത്ത് വരുന്ന എന്താണോ അത് എക്സിന്റെ അവിടെ ഇട്ട് കൊടുക്കണം. ഇതാണ് എഫിനകത്ത് വന്ന എക്സ്. കണ്ടോ, ഇതാണ് എക്സ്. ഇതേപോലെ ഒന്ന് പറഞ്ഞേ. എഫിനകത്ത് വരുന്ന എന്താണോ അതാണ് എക്സ്. ഇതാണ് എക്സ്. അപ്പൊ 3 × x - 7. ഇത് മൊത്തം എക്സ് ആയിട്ട് പറഞ്ഞേ. 3 × y ആ. + 7/3 -7. വെരി ഗുഡ്, -7. അപ്പൊ 3യും 3യും ക്യാൻസൽ ആയി പോയി. y + 7 -7 വെട്ടിപ്പോയി. അപ്പൊ വാല്യൂ y. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിയുമ്പം ചെറിയ ക്വസ്റ്റ്യൻ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. വലുതാണെങ്കിൽ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ വരെ എഴുതിയിട്ട് therefore എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നങ്ങ് എഴുതിയാൽ മതി. ഒരു കുഴപ്പമില്ല, മാർക്ക് കിട്ടും. അപ്പൊ ഇത് ഓൺ ടു ആയി. ഓൺ ടു. ഓൺ ടുവിന്റെ വേറെ പേര് സർജക്റ്റീവ്. സർജക്റ്റീവ്. 1 1ന്റെ വേറെ പേര് ഇൻജക്റ്റീവ്. അപ്പൊ ഈ ഫംഗ്ഷൻ 1 1 ആയി ഓൺ ടു ആയി. 1 1 ആണ് ഓൺ ടു ആണെങ്കിൽ അതിന്റെ പേരാണ് ബൈജക്റ്റീവ്. എഫ് ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് എന്ന് പറയുന്നതാണ് ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിൾ. എഫ് ഇൻവേർട്ടബിൾ ആണ്. അതാണ് ഇൻവേഴ്സ് ഉണ്ടെന്നാണ് അർത്ഥം. ഇൻവേഴ്സ് എക്സിസ്റ്റ്. ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് കാണാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ എഫ് അപ്പുറം ഇപ്പുറം മൂവ് ചെയ്യുന്നതാണ് എഫ് ഇൻവേഴ്സ് വൈ. എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ. അപ്പം എഫ് ഇൻവേഴ്സ് എക്സും എഫ് ഇൻവേഴ്സ് വൈയും ഈക്വൽ ആണെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് എഫ് ഇൻവേഴ്സ് വൈ കൊടുത്താൽ മതി. എക്സിന്റെ സ്ഥാനത്ത് എഫ് ഇൻവേഴ്സ് വൈ. അപ്പൊ എഫ് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു
y+7/3. ഇതാണ് ഇൻവേഴ്സ് വാല്യൂ. എക്സ് ഇൻ ടേംസ് ഓഫ് y എഴുതിയെടുത്ത് എക്സിന് പകരം എഫ് ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു y+7/3. ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ. എഫ് ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു y+7/3. വൈക്ക് വരെ എക്സിറ്റ് എഴുതാം കേട്ടോ. ഇത്ര എഴുതിയാലും മാർക്ക് തരും. ഇതാണ് എഫ് ഇൻവേഴ്സ് y. ഒരെണ്ണം കൂടി പറയാം. വന്നതാണ് എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ. ഷോ ദാറ്റ് എഫ് ഈസ് invertible. Show that f is invertible. ചെയ്തേ. ഇതേപോലെ ചെയ്യണം. വേറെ ലെങ്തി ക്വസ്റ്റ്യൻ തരാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ. എഴുത. ഇത് ചെയ്യണം. a is equal to r minus set 3. b is equal to r minus set 1. ഇങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഇതൊന്നും നോക്കണ്ട, ഫംഗ്ഷൻ നോക്കി വേണം ചെയ്യാൻ. ഇത് ഓരോ പ്ലേസിൽ നിന്ന് എടുക്കുന്നതാണെന്നാണ്. എ എന്ന് പറയുന്ന സെറ്റ് 3 ഒഴിച്ച് ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും, ബിക്കകത്ത് 1 ഇല്ലാതെ ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ f of x is equal to x minus 2 by x minus 3. Show that f is invertible. Show that f is invertible and find its inverse. Show that f is invertible and find its inverse. f invertible ആണെന്നും കാണിക്കണം, ഇൻവേഴ്സും കാണണം. വൺ ആണോ എന്ന് ചെക്ക് ചെയ്തേ. 1 എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2. എക്സിന്റെ പ്ലേസിൽ x1 minus 2 by x1 minus 3. x2 minus 2 by x2 minus 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. മറ്റേതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുവരാൻ ഓപ്ഷൻ ഇല്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. a by b is equal to c by d ആണെങ്കിൽ ad is equal to bc. അപ്പൊ x1 minus 2 into x2 minus 3 is equal to x1 minus 3 into x2 minus 2. ബ്രാക്കറ്റ് മാറ്റുമ്പം x1 x2 minus 3x1 minus 2x2 plus 6 is equal to x1 x2 minus 2x1 minus 3x2 plus 6. ബ്രാക്കറ്റ് മാറ്റി എഴുതിയിട്ട് റൈറ്റ് സൈഡിലെ വാല്യൂസ് എല്ലാം ലെഫ്റ്റിൽ കണക്ട് ചെയ്യണം. അപ്പൊ ഒരുപോലെ വരുന്ന പ്ലസും മൈനസും അങ്ങ് വെട്ടിപ്പോയി. ഇവിടെ ഒരു x1 x2 ഉണ്ട്, ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് x1 x2 മൈനസ് x1 x2 ആണ് ഇപ്പുറത്ത് വരുന്ന, വെട്ടിപ്പോയി. 6 ക്യാൻസൽ ആയിപ്പോയി. മിച്ചം മൈനസ് 3x1 മൈനസ് 2x2. ഈ മൈനസ് 2x1 ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് 2x1 പ്ലസ് 3x2 ഈസ് ഈക്വൽ ടു 0. ഒരേപോലെ വരുന്നത് ആഡ് ചെയ്ത് എഴുതണം. മൈനസ് 3x1 പ്ലസ് 2x1 മൈനസ് x1 minus 2x2 plus 3x2 plus x2 is equal to 0. Minus x1 is equal to minus x2. മൈനസും വെട്ടിപ്പോയി. അപ്പൊ x1 is equal to x2. അപ്പൊ ഈ കിട്ടിയതാണ് 1 ആണ്. ഇനി ഓൺ 2 ചെയ്യണം. ഓൺ 2 1 കിട്ടി. 1 ഇനി ഓൺ 2 ചെയ്യാൻ എഫ് ഓഫ് എക്സിന് പകരം y ഇട്ട് കൊടുക്കണം.
എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യൻ എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 ആണ്. എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. അപ്പൊ y is equal to എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. y അല്ല എക്സിന്റെ ടേംസിലാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എക്സ് മാത്രം ഒരു സൈഡിലാക്കി ബാക്കിയെല്ലാം വൈയുടെ ടേംസിൽ എഴുതണം. y ഇൻറ്റു എക്സ് മൈനസ് 3 is equal to എക്സ് മൈനസ് 2. ബ്രാക്കറ്റ് മാറ്റണം. എക്സ് വൈ മൈനസ് 3y is equal to എക്സ് മൈനസ് 2. എക്സ് എല്ലാം കൂടി ഒരു സൈഡിൽ കൊണ്ടുവരുമ്പം എക്സ് വൈ മൈനസ് എക്സ് is equal to 3y മൈനസ് 2. എക്സ് ഇൻറ്റു y മൈനസ് 1 is equal to 3y മൈനസ് 2. x is equal to 3y മൈനസ് 2 ഡിവൈഡഡ് ബൈ y മൈനസ് 1. ഇപ്പോഴാണ് എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതിയത്. എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. ഇത് ഇത്രയും ലെങ്തി ആയതുകൊണ്ട് ബാക്കി ഇനി പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട, വളരെ മൈന്യൂട്ട് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. അപ്പൊ എഫ് ഓഫ് എക്സ് ഈസ് ഇതിവിടെ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എഴുതിയിട്ട് therefore എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. ഇറ്റ് ഈസ് ഓൺ ടു എന്നും പറഞ്ഞ് എഴുതണം. ഇറ്റ് ഈസ് ഓൺ ടു. അപ്പൊ എഫ് ഈസ് 1 1 ആൻഡ് ഓൺ ടു. ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. എഫ് ഈസ് 1 1 ആൻഡ് ഓൺ ടു. ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. അപ്പൊ കോമ എഫ് ഈസ് ഇൻവേർട്ടബിൾ. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എഫ് ഇൻവേഴ്സ് വൈ. എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് വൈ ഇവിടെ ഇട്ട് കൊടുക്കണം. എഫ് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു 3y മൈനസ് 2 ബൈ y മൈനസ് 1. ഇതാണ് എഫ് ഇൻവേഴ്സ് വൈ. 3y മൈനസ് 2 ബൈ y മൈനസ് 1. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട്, എല്ലാ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാൻ ടൈം ലിമിറ്റഡ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൺ വണ്ണും ഓൺ ടും റോസ്റ്റർ ഫോം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ബിൽഡർ കഴിഞ്ഞ ക്ലാസ്സിൽ റോസ്റ്റർ ഫോം പഠിച്ചു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കഴിഞ്ഞ ദിവസത്തെ നോട്ട്സ് അയക്കാനുണ്ട്, രണ്ടോടെ ഒരുമിച്ചിട്ടേക്കാം. ചെയ്തൊക്കെ പഠിച്ചിട്ട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. ശരിയെന്നാ, ഓക്കെ.